നമസ്കാരം, റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ആംപ്ലിഫയർ നമ്മുടെ സ്ഥിരം ഉപയോഗിക്കുന്ന ഐറ്റംസുകളൊക്കെ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോ കൂടി നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ ചെറിയൊരു വ്യത്യാസമാണ് വരുത്തിയിരിക്കുന്നത്. സ്ഥിരം നമ്മുടെ മോഡലൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വ്യത്യാസം വരുത്തിയിരിക്കുന്നത് നമ്മൾ USB-യുടെ ഡിസ്പ്ലേ മാറ്റിയിട്ട് താഴോട്ടേക്ക് USB സ്ലോട്ട് താഴോട്ടേക്ക് ആക്കിയിരിക്കുന്നു. ബാക്കിയെല്ലാ ഭാഗങ്ങളെല്ലാനും നമുക്ക് എൻകോഡർ ആയാലും സബ്വൂഫറിൻ്റെ ഓളി ആയാലും സെയിം തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളാണ് ആകെ ഫ്രണ്ട് പാനലിൽ വരുത്തിയിരിക്കുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ പുറകുവശമാണ് നമ്മൾ ഇതിനകത്ത് വ്യത്യാസമായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. 5.2 ആയിട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് HDMI ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ARC, അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഇൻപുട്ട്, കോയാക്സിൽ ഓക്സിലറി ഇൻപുട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ബനാന സോക്കറ്റിൽ സ്പീക്കർ ഔട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. 5.2 ആയിട്ട് 2 സബ്വൂഫർ, ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സറൗണ്ട്, സെൻറ്റർ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് സോക്കറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പുറകുവശത്ത് നമ്മൾ 3 പിൻ ഹോൾഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കേബിൾ, പിന്നെ നല്ല രീതിയിലുള്ള ഫ്യൂസ്, എൽകോം ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഉൾവശത്താണ് പിന്നെ വ്യത്യാസം വന്നിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ടൊറോയിഡൽ ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. ആംപ്ലിഫയർ നമ്മൾ പവർ ട്രിക്കിൻ്റെ തന്നെ സ്ഥിരം ഉപയോഗിക്കാറുള്ള 5.2 1943 വെച്ചിട്ടുള്ള ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ മോസ്ഫെറ്റ് ആണ് ഇതിനകത്ത് സബ്വൂഫറിന് സ്ഥിരം ഉപയോഗിക്കാറുള്ളത്. അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 240 940 തന്നെയാണ് മോസ്ഫെറ്റിന് 2 ബോർഡ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ പവർ സപ്ലൈ ആണ്. സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറുകൾ എല്ലാത്തിലും നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡിൽ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് ആ പവർ സപ്ലൈ ബോർഡ് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് പ്രൊലോജിക് ബോർഡാണ്. പ്രൊലോജിക് ബോർഡ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് Gtechന്റെ PCM കിറ്റാണ്. ഈ പ്രാവശ്യം നമ്മൾ ഇതിനകത്ത് സറൗണ്ട് ബോർഡായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് നമ്മൾ Gtechന്റെ തന്നെ ഒരു HDMI കാർഡും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെയാണ് നമ്മൾ ഇതിനകത്ത് ഒരു DTS കാർഡും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് സൺപ്ലസ് എന്ന് പറയുന്ന അതിൻ്റെ DTS IC വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ IC അത്രയും ക്വാളിറ്റി ഇല്ലെങ്കിലും ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു 90-80% നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ലഭിക്കുന്നതാണ്. ഇത് HDMI വഴി കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അറിയാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇതിനകത്ത് Gtechന്റെ സറൗണ്ട് ബോർഡ് വഴിയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ഉൾവശം ഒന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ ഈ ആംപ്ലിഫയറിൻ്റെ പുറകുവശം, ഫ്രണ്ട് പാനൽ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഈ വീഡിയോ കൂടി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ അതുപോലെ തന്നെ ഓഡിയോ ഫയലുകളൊന്നും ഇടാൻ സാധിക്കില്ല. അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇത് നമുക്ക് ഓഡിയോ ടെസ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. ഇതിൽ നമ്മൾ ഫ്രണ്ട് പാനൽ ചെയ്യുന്നിരിക്കുന്നത് ഡ്യുവൽ കളറിലാണ്. അതായത് ഇത്ര ഭാഗം സെൻട്രൽ പോർഷൻ വന്നിരിക്കുന്നത് ഗ്ലാസ് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗം മാറ്റ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇത് അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ഓളിയായിട്ടാണ് ഇതിനെ എൻകോഡർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ചാനലിൻ്റെ ഓളിയം, റിയർ ഓളിയം, അതായത് സറൗണ്ട് ഓളിയം, സെൻറ്റർ ചാനലിൻ്റെ ഓളിയം, സബ്വൂഫറിൻ്റെ ഓളിയം, ഇത്രയൊക്കെ നമുക്ക് ഇതിൽ വഴി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ USB-യുടെ സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് USB കുത്താൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടാണിത്. ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ HDMI 1 2 3 എന്ന് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ LED മാറിക്കത്തുന്നത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ARC വന്നിരിക്കുന്നത്. നമ്മൾ ഓഡിയോ റിട്ടേൺ ചാനലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്ന TV-കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ യൂട്യൂബ് വഴിയാണ് TV-യിൽ, ആൻഡ്രോയിഡ് TV, സ്മാർട്ട് TV-യിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് TV-യിൽ നിന്നുള്ള ഓഡിയോ നമുക്ക് റിട്ടേൺ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ARC കൊട്ടിരിക്കുന്നത്. ARC പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് TV-യിൽ നിന്നുള്ള ഓഡിയോ നമുക്ക് ഇതുവഴി കേൾക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ചെറിയൊരു വ്യൂ മീറ്ററും നമുക്ക് ഇതിനകത്ത് ലൈറ്റായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇതെല്ലാത്തിൻ്റെ സെലക്ട് ചെയ്യുന്ന LED ആണ്. ഇത് നമ്മുടെ പവർ ഓൺ സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സബ്വൂഫറിൻ്റെ ഓളിയാണ്. കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള സബ്വൂഫറിൻ്റെ വോളിയം കൺട്രോളായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശം വരുന്നത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. ഈ റിമോട്ടിൽ നമുക്ക് റിമോട്ട് കിറ്റിലെ പവർ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻപുട്ട്, HDMI, ഒപ്റ്റിക്കൽ, കോയാക്സിൽ ഇതെല്ലാം സെലക്ട് ചെയ്യാം. പിന്നെ VO മീറ്ററിനുള്ള ഓപ്ഷനാണ്. പിന്നെ DVD ഇൻപുട്ട്, അതുപോലെ തന്നെ TV, ARC ഇൻപുട്ട്, USB ഓണാക്കും ഓഫ് ചെയ്യാനുള്ള ബട്ടണാണ് ഈ കൊടുക്കുന്നത്. പിന്നെ 5.1 ഡിജിറ്റൽ ഇൻപുട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ USB-യുടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത്
ഇത് വന്നിരിക്കുന്നത് ഫ്രണ്ട് ചാനലിൻ്റെ പ്ലസ്സും മൈനസാണ്. അതുപോലെ തന്നെ റിയൽ ചാനലിൻ്റെ പ്ലസ്സും മൈനസ്, സെൻറ്റർ ചാനലിൻ്റെ പ്ലസ്സും മൈനസും, ഇത് സബ് വൂഫറിൻ്റെ പ്ലസ് മൈനസ്, ഇത് മാസ്റ്റർ ഓഡിയോത്തിൻ്റെ പ്ലസ് മൈനസ്. അതുകൂടാതെ ഇതിനകത്തൊരു ബേസും ട്രെബിളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് റിമോട്ടിൽ വരുന്നത്. ഈ ഫംഗ്ഷനുകളെല്ലാം നമുക്ക് മോഡ് ഉപയോഗിച്ച് നമുക്ക് ബ്ലൂടൂത്ത്, പെൻഡ്രൈവ് ഇതൊക്കെ നമുക്ക് ഈ മോഡ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമുക്കിത് കോയാക്സിൽ ഇൻപുട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൂടാതെ ഓക്സിലറി 2 ഇൻപുട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്സിലറി 1 അല്ലെങ്കിൽ TV, DVD എന്നുള്ള രീതിയിൽ നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ PCM ഇൻപുട്ടാണ്, അതായത് ഒപ്റ്റിക്കൽ ഇൻപുട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ഡിജിറ്റൽ ഇൻപുട്ട് തന്നെയാണ്. പിന്നെ 5.1ൻ്റെ ഇൻപുട്ടാണ്. മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് HDMI ആണ്. HDMI 1, 2, 3, 4 ഇത്രയാണ് HDMI. 4 ഇൻപുട്ടാണ് HDMI ഇൻപുട്ട് ഉള്ളത്. പിന്നെ വന്നിരിക്കുന്നത് HDMI ഔട്ടാണ്. അതിൽ തന്നെയാണ് ARCയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം സ്പീക്കർ ഔട്ട്പുട്ടുകളാണ്. നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ബനാന സോക്കറ്റാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. ഇത് സബ്വൂഫർ 1, സബ്വൂഫർ 2. നമ്മൾ 5.2 ആയതുകൊണ്ടാണ് 2 സബ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് ആണ്, അതായത് റിയർ ചാനലിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ആണ് ഇത് രണ്ടും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്ലസ് മൈനസാണ്, ഇതെല്ലാത്തിൻ്റെയും പ്ലസ് മൈനസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ബ്ലാക്കും റെഡായിട്ട്. പിന്നെ ഇത് സെൻറ്റർ ചാനലിൻ്റെ പ്ലസ് മൈനസ്, അതുപോലെ തന്നെ ഫ്രണ്ട് ചാനൽ ലെഫ്റ്റ് റൈറ്റ് അതിൻ്റെ പ്ലസ് മൈനസാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എൽക്കോണിൻ്റെ തന്നെയായിട്ടുള്ളൊരു ഫ്യൂസും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം എൽക്കോണാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഇറങ്ങുന്നത്. അതിൻ്റെ തന്നെയാണ് നമ്മളൊരു പവർ ഓൺ സോക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. എൽക്കോം ഇതൊക്കെ തന്നെയാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ ബ്ലാക്കിൽ വരുന്നതാണ് വില കൂടിയത് എൽക്കോണിൻ്റെ വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കമ്പ്യൂട്ടർ കേബിൾ ഉപയോഗിച്ച് ഇതിൻ്റെ പവർ കേബിൾ ഉപയോഗിക്കാവുന്നതാണ്. പുറകുവശവും നമ്മൾ ചെയ്തിരിക്കുന്നത് അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പുറകിൽ പവർ ഓൺ കേബിളാണ്, കുത്താനുള്ള ഭാഗമാണ്, പിന്നെ ഒരു ഫ്യൂസ്, പിന്നെ അതിൻ്റെ പുറകിലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ്. ഇത് നമ്മൾ ഈ ആംപ്ലിഫയറിന് കറക്റ്റ് മാച്ച് ചെയ്തിട്ടുള്ള വോൾട്ടേജിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ആംബിയറിലും ടൊറോയിഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഫാനിന് വേണ്ടിയിട്ട് ഒരു 12-0-12 എടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആണ്, വേറെ നോയ്സും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 12-0-12 എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ബക്കിന് വേണ്ടിയിട്ടാണ്. ഈ ബക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഈ HDMI കാർഡ് ഉപയോഗിക്കുന്നത്. അതിന് വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡാണ്. അതിലാണ് നമ്മൾ ഈ കെൽട്രോണിൻ്റെ 4,10,000ൻ്റെ കപ്പാസിറ്റർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഡയോഡ്, ഇത് 12 വോൾട്ട് റെഗുലേറ്റർ IC. ഇത്രയൊക്കെയാണ് നമ്മുടെ പവർ സപ്ലൈ ബോർഡിൽ വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഈ ഫാൻ നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് പുറകോട്ടേക്ക് ഫാൻ എക്സോസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഈ ബോർഡിലേക്ക് ഹീറ്റ് സിങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫാനാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ വന്നിരിക്കുന്നത്. മോസ്ഫെറ്റ് ആണ്. ഒരു ചാനൽ 200 വാട്ടാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 200 2 സബ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. 400 വാട്ട് നമുക്ക് സബിന് ലഭിക്കും. ഈ ഭാഗത്തും വന്നിരിക്കുന്നത് തന്നെയാണ് നമ്മൾ 5 ചാനലിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു പെയർ 100 വാട്ടാണ് 5200-1943 നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 240, 940 IRF ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ പെയർ വരുന്നത് 100 വാട്ടാണ്. അങ്ങനെ 5 ചാനൽ ഉപയോഗിച്ചിട്ടുണ്ട്. 5 ചാനൽ കൂടി നമുക്ക് 500 വാട്ട് ലഭിക്കും. അപ്പോൾ 500 പ്ലസ് 200 മൊത്തത്തിൽ ഒരു 900 വാട്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് വന്ന ഈ സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. ഇത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. സബ്വൂഫറിന് വേണ്ടിയിട്ട് വലിയ 2 റിലേയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 5 ചാനലിന് വേണ്ടിയിട്ടും റിലേ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ വിത്ത് റിലേ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. 2 സബിൻ്റെ ഔട്ട്, 2 സറൗണ്ട് ഔട്ട്, സെൻറ്റർ, 2 ഫ്രണ്ട് ചാനൽ ലെഫ്റ്റ് റൈറ്റ്. ഇത്രയൊക്കെയാണ് ബനാന സോക്കറ്റിൽ നമ്മൾ സ്പീക്കർ ഔട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് HDMI കാർഡാണ്. ഇത് Gtechൻ്റെ HDMI 4 ഇൻപുട്ട്, ഒരു ഔട്ട്. ആ ഔട്ടിൽ തന്നെയാണ് ARC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ സറൗണ്ട് ബോർഡ്. Gtechൻ്റെ തന്നെയാണ്. അതിനകത്താണ് നമുക്ക് ഒപ്റ്റിക്കൽ, കോയാക്സിൽ അങ്ങനെയുള്ള ഇൻപുട്ടുകളൊക്കെ വന്നിരിക്കുന്നത്. Gtechൻ്റെ ബോർഡാണ് നമ്മൾ സറൗണ്ട് ബോർഡായിട്ട് ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് നടുക്കായിട്ട് വരുന്ന ഈ ബോർഡാണ് നമ്മുടെ DTSൻ്റെ കാർഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് HDMI വഴി കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ DTS ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കാർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. ഇപ്പോൾ എല്ലാവരും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. 5 സ്പീക്കറാണ്, അതായത് സബ്വൂഫർ നമ്മൾ ഒരെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് കടയിലിരിക്കുന്നത്. നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള സ്പീക്കർ തന്നെയാണ്. ലെഫ്റ്റ് റൈറ്റും സറൗണ്ട് സെൻറ്ററെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DSLR അല്ലെങ്കിൽ ഒരു മൊബൈലിൽ എടുത്താലും നമ്മൾ നേരിട്ട് കേൾക്കുന്നതിൻ്റെ ഒരു പകുതി എഫക്റ്റാണ് നമുക്ക് മൊബൈലിൽ കൂടി അല്ലെങ്കിൽ DSLRൽ നമുക്ക് ഓഡിയോ ക്വാളിറ്റി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഒന്നും ആഡ് ചെയ്യാത്തത്. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു ഓഡിയോ ടെസ്റ്റ് മാത്രമാണ്. അതിനകത്ത് നമ്മൾ പെൻഡ്രൈവ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതിലുള്ള സോങ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് HDMI ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ HDMI 4K ആണെങ്കിൽ 4K റെസൊല്യൂഷനിൽ വരും. 1080p ആണെന്നുണ്ടെങ്കിൽ 1080p രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്.
നമുക്ക് വേറെ സോങ് ഇട്ട് നോക്കാം. സറൗണ്ടിന്റെ വോളിയം സബ്വൂഫർ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. റിയർ വോളിയാണ്. സെന്റർ ചാനലിന്റെ വോളിയം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ആംപ്ലിഫയറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ വില ചില സമയത്തൊക്കെ വിലകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടി ആരും ശ്രദ്ധിക്കുക പോലുമില്ല, വീണ്ടും ചാറ്റ് ചെയ്ത് ചോദിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. താഴെ നമ്മൾ മൊബൈലിലാണ് കാണുന്നുണ്ടെങ്കിൽ താഴെ ഒരു ഷോ മോർ ഉണ്ട്. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ ഡീറ്റെയിലും, അതായത് ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന ബോർഡുകൾ, അതിൻ്റെ HDMI കാർഡുകൾ, നമ്മൾ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ള ബ്ലൂടൂത്ത് ഉള്ളതാണോ അല്ലെങ്കിൽ HDMI കാർഡ് ഉള്ളതാണോ അല്ലെങ്കിൽ എത്ര വാട്ടാണ് ഉപയോഗിച്ചത്, എത്ര വാട്ട് RMS, എത്ര വാട്ട് PMPO, ഇതെല്ലാം ഡീറ്റെയിലും ഞാൻ താഴെ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ വിലയും കൊടുക്കാറുണ്ട്. അതാരും നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എല്ലാ ആംപ്ലിഫയറിൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഷോ മോർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഷോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാവരും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കുക. കോൾ ചെയ്താൽ മതി. കോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഞാൻ കോളുകളെല്ലാവരും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.